ഗോത്രങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് റൂഹിനെ പിടിക്കുന്നതിന് വേണ്ടി മലക്ക് വന്നപ്പോൾ അവസാനമായി ആ മനുഷ്യനോട് മലക്ക് ചോദിച്ചത്, നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ മലക്ക് പറഞ്ഞു, നീ ഒന്ന് ആലോചിക്ക്. അയാൾ പറഞ്ഞു, ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുമായിരുന്നു, ആളുകളുമായി കൊടുക്കൽ വാങ്ങലുകൾ ഞാൻ നടത്താറുണ്ടായിരുന്നു, കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. ആ കച്ചവടം ചെയ്യുമ്പോൾ വൗജാസിഹിം, ഞാൻ അവർക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. ഫഅൻളിറുൽ മൂസിറ, ആ കടത്തിന്റെ സമയമാകുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഞാൻ അവധി നീട്ടിക്കൊടുക്കും. വതജാവസു അനിൽ മുഅസ്സിർ, എന്നാൽ കടം മടക്കിത്തരാൻ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഞാനത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു നന്മയല്ലാതെ മറ്റൊരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല. എന്താണ് അയാൾ പറഞ്ഞത്? ഞാൻ കച്ചവടം നടത്തുമ്പോൾ ആളുകൾക്ക് കടം കൊടുക്കും. ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ അയാള് ആ കടം തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ അവധി ഞാൻ നീട്ടിക്കൊടുക്കും, ഡേറ്റ് നീട്ടിക്കൊടുക്കും. അതേസമയം ഒരു രീതിയിലും എന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു തരാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ ഞാനത് ഒഴിവാക്കി കൊടുക്കും. ഈ ഒരു നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാഹു തആല ഈ മനുഷ്യന്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ്? പ്രവാചകൻ പറഞ്ഞു, ഫഅദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു തആല ആ ഒരു നന്മയുടെ പേരിൽ മാത്രം ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയാണ്. എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അല്ലാഹു തആല ഒരു അവസരം കൊടുക്കുകയാണ്. നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മള് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ, നിനക്കില്ലെങ്കിൽ പിന്നെ എനിക്കും ഇല്ല, നിനക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കാണോ ആവശ്യം? ഇതാണ് നമ്മുടെ നിലപാട്. പക്ഷെ അല്ലാഹു തആല ആ മനുഷ്യനോട് ആലോചിച്ചു നോക്കൂ എന്ന് ഒരവസരം കൊടുക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ ഒരു അടയാളമാണ്. അല്ലാഹു അങ്ങനെയാണ്. പലപ്പോഴും പല അവസരങ്ങളിലും പടച്ചതമ്പുരാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. വലനുസീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ. അല്ലാഹു തആല ഒരു സമൂഹത്തിലേക്ക് അവന്റെ ഭാഗത്ത് നിന്നുള്ള പണിഷ്മെന്റ് ഇറക്കുകയാണെങ്കിൽ തന്നെ ആദ്യം വലുതയക്കുകയില്ല, ആദ്യം ചെറുതായിരിക്കും വിടുക. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ്. ഒരു ശിക്ഷ ഒരു സമൂഹത്തിലേക്ക് അയക്കുമ്പോൾ ആദ്യമേ വലുതയച്ചുകൊണ്ട് ആ സമൂഹത്തെ നശിപ്പിക്കുകയില്ല, ആദ്യം ചെറുതയക്കും. എന്തിനാണ് ആദ്യം ചെറുതയക്കുന്നത്? ചെറുത് കൊടുക്കുമ്പോ പിന്നീട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മടങ്ങി വരാൻ ഒരു അവസരമുണ്ട്. വലുതാണെങ്കിൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അപ്പൊ അല്ലാഹു തആല ഒരുപാട് അവസരങ്ങൾ അവന്റെ അടിമകൾക്ക് നൽകും. ഇത് കാരുണ്യമുള്ളവന്റെ മാത്രം പ്രത്യേകതയാണ്. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന്റെ മഹത്വമാണ് ഈ ചരിത്രത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അവരെ സഹായിക്കുക ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയ നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു വിശ്വാസിയുടെ ദുനിയാവിലെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ അല്ലാഹു തആല അവന്റെ പരലോകത്തെ പ്രയാസം മാറ്റിക്കൊടുക്കും. പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, ആരെങ്കിലും ഒരാൾക്ക് ആഹാരം നൽകിയാൽ, മൻ അത്അമ മുഅ്മിന, ആരെങ്കിലും ഒരാൾക്ക് ആഹാരം നൽകി. നമ്മുടെ ഭാഷയിൽ റമദാനിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ള കിറ്റ്, ആ കിറ്റ് ഒരാൾക്ക് കൊടുത്താൽ അത്അമഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു തആല ആ മനുഷ്യന് ഖിയാമത്ത് നാളിൽ ആഹാരം നൽകുന്നതാണ്. മൻ അൽബസ മുഅ്മിന,
ആരെങ്കിലും വസ്ത്രമില്ലാത്ത നഗ്നനായ ഒരു വിശ്വാസിക്ക് വസ്ത്രം നൽകിയാൽ അൽബസഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെയും വസ്ത്രം ധരിപ്പിക്കുന്നതാണ്. ആരെങ്കിലും ഒരു മനുഷ്യന് വെള്ളം നൽകിയാൽ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെയും കുടിപ്പിക്കുന്നതാണ്. ആരെങ്കിലും പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് ജീവിതം എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു ആഖിറത്തിൽ അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാകുന്ന മാസമാണ്. പാവങ്ങളായ ആളുകൾക്ക് കിറ്റ് കൊടുക്കുക, അവർക്ക് പെരുന്നാളിന് മുന്നോടിയായിട്ട് വസ്ത്രം കൊടുക്കുക, നോമ്പ് തുറക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക, ഇതെല്ലാം വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇതിലൂടെ നമ്മുടെ ആഖിറവും രക്ഷപ്പെടുകയാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിലെ നമ്മൾ അതിനുവേണ്ടി കർമ്മങ്ങൾ ചെയ്യണം. ദുനിയാവ് കർമ്മങ്ങളുടെ സ്ഥലമാണ്, പരലോകമാവട്ടെ പ്രതിഫലത്തിന്റെ ഇടവും. അവിടെ ചെന്നിട്ട് അമൽ ചെയ്യാൻ നോക്കിയാൽ അവസരമില്ല. അമൽ ചെയ്യേണ്ടത് ദുനിയാവിലാണ്. ഈ ദുനിയാവിൽ ചെയ്ത അമലിന്റെ പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ് നാളെ പരലോകം. അതാണ് ഈ ചരിത്രം നൽകുന്ന ഒരു പാഠം. മറ്റൊരു പാഠം, കടത്തിന്റെ അവധി എത്തിയ ഒരു മനുഷ്യൻ, നമ്മുടെ കയ്യിൽ നിന്നൊരാള് കടം വാങ്ങി, ആ കടം വാങ്ങിയ ആള് അയാളോട് പറഞ്ഞ ഡേറ്റായി, അയാളുടെ കയ്യിൽ പൈസയില്ല എങ്കിൽ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്, അയാൾക്ക് ഡേറ്റ് നീട്ടിക്കൊടുക്കണം. ഡേറ്റ് നീട്ടിക്കൊടുക്കണം, എനിക്ക് ഇന്ന സമയത്ത് തന്നെ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും അല്ലെ, നമ്മളതാണ് പിന്നെ പറയാ. അങ്ങനെ നമ്മുടെ സ്വഭാവം മാറിയാൽ നമ്മെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ സ്വഭാവവും നിലപാടും നമ്മോട് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് കടം വാങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡേറ്റ് എത്തി അയാൾ പ്രയാസപ്പെടുകയാണെങ്കിൽ അത് നീട്ടിക്കൊടുക്കണം. അതേസമയം ഈ കടം വാങ്ങിയ മനുഷ്യൻ ഒരു രീതിയിലും അയാൾക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ നീയൊക്കെ മുടിഞ്ഞു പോവും എന്ന് പറയരുത്. നമ്മൾ അങ്ങനെയാണ് സാധാരണ പറയുക അല്ലെ, നീ കൊണ്ടേ തിന്നോ, നീ നിന്റെ മക്കളും നശിച്ചു പോവട്ടെ. കടം തിരിച്ചു തരാൻ കെൽപ്പില്ലാത്ത മനുഷ്യരോട് നമ്മൾ അങ്ങനെ ശപിക്കരുത്. അയാൾക്കത് വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ വിട്ടുകൊടുക്കണം. കാരണം സൃഷ്ടികളുടെ പിഴവുകളും പാളിച്ചകളും പൊരുത്തപ്പെടുന്നവന് അള്ളാഹുവും പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാം അള്ളാഹുവിന്റെ സൃഷ്ടികളോട് മാപ്പ് കാണിക്കണം. അപ്പോ ഏതെങ്കിലും രീതിയിൽ കടം വാങ്ങിയിട്ട് പ്രയാസപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ ഒന്നുകിൽ അയാളുടെ ഡേറ്റ് നീട്ടിക്കൊടുക്കണം. ഒരു രീതിയിലും മടക്കിത്തരാൻ കഴിവില്ലാത്ത മനുഷ്യനാണെങ്കിൽ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, മൻ സറഹു അയ്യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് ആശ്വാസം നൽകട്ടെ. ഔ യദഉ അൻഹു, അല്ലെങ്കിൽ അവന്റെ കടം അവൻ വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എല്ലാ രീതിയിലും പരസ്പരം കാരുണ്യവും സ്നേഹവും കാണിക്കേണ്ട സമയമാണ്. ഒരു സ്ഥലത്ത് കട നടത്തിക്കൊണ്ടിരുന്ന രണ്ടാളുകൾ, ഭാര്യയും ഭർത്താവും നടത്തുന്ന ഒരു കട. ആ കട നടത്തുമ്പോ ഭർത്താവ് വന്ന് ആ കടയിൽ 1 മാസം ഇരുന്നു. ഫലമെന്തായി? കട അടച്ചുപൂട്ടി. എങ്ങനെയാണ് കട അടച്ചുപൂട്ടിയത്? ഇയാള് കടയിലിരിക്കുമ്പോൾ ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ, ഇപ്പൊ 40 രൂപ 50 പൈസക്കാണ് സാധനം വാങ്ങിയതെങ്കിൽ ഈ വന്നയാള് 40 രൂപ കൊടുക്കും. അയാൾ പറയാം 50 പൈസ അടുത്ത ദിവസം വരുമ്പം തരാം എന്ന് പറയും. അപ്പൊ സുബൈക്കാണ് മേടിച്ചതെങ്കിൽ അങ്ങനെ പറയും. അപ്പോ ഈ മേടിച്ച ആള് ഈ 50 പൈസ കൊടുക്കാനുള്ള ആള് ളുഹറിന്റെ സമയത്ത് കടയുടെ മുമ്പിലൂടെ പോയാൽ ഇയാള് വിളിച്ചു പറയും, ഒരു 50 പൈസ തരാനുണ്ട് എന്ന് വിളിച്ചു പറയും. മനസ്സിലായില്ലേ? അയാൾ അസറിന്റെ സമയത്ത് കടയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇയാള് വിളിച്ചു പറയും 50 പൈസ തരാനുണ്ട്. അപ്പൊ ഒരു ദിവസം എത്ര വട്ടം പറയും? 5 വക്കത്ത് എന്ത് ചെയ്യും? വിളിച്ചു പറയും. ഫലമെന്തായി? 1 മാസത്തിനുള്ളിൽ കട അടച്ചുപൂട്ടി. അള്ളാന്റെ റസൂല് പറഞ്ഞു,
പൊരുത്തപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, പൊരുത്തപ്പെട്ടു കൊടുക്കുക. അയാളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം വിട്ടുവീഴ്ചയും കാരുണ്യവും സ്നേഹവും പകർന്നു നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്ത് നേടിയ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈർ ബറകാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 10 മണിക്ക് സ്ത്രീകൾക്കുള്ള ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും